തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. കൗൺസിലറുടെ വീടിന് നേരെ ആക്രമണം. നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്തിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കൗൺസിലർ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി എസ് ശാലിനി ചിരികാണ്. ശാലിനി, എപ്പോഴായിരുന്നു അതിക്രമം? പോലീസിന്റെ അന്വേഷണം ഇടപെടലും ഏത് തരത്തിലാണ്? സുരേഷ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് വാർഡ് കൗൺസിലായിട്ടുള്ള കരമന അജിത്തിന്റെ വീടിന് നേരെ അതിക്രമം ഉണ്ടാകുന്നത്. വീടിന്റെ ഗേറ്റിന് സമീപത്ത് ട്യൂബ് ലൈറ്റ് പൊട്ടിച്ച നിലയിലായിരുന്നു ആക്രമണം നടത്തിയത്. ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ മുൻപും സമാനമായ രീതിയിൽ ഈ വീടിന് നേരെയും ഒപ്പം തന്നെ സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളും ഒപ്പം അതിക്രമങ്ങളും ഒക്കെ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടിയ ഒരു കൗൺസിലർ കൂടിയാണ് കരമന അജിത്ത്. കഴിഞ്ഞ ദിവസം മേയർക്കെതിരായ ഒക്കെ തന്നെ നഗരസഭയ്ക്കുള്ളിൽ നടന്ന പ്രതിഷേധങ്ങളിലും ഒപ്പം തന്നെ വാഗ്വാദങ്ങളിലും ഒക്കെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ഈ സംഭവത്തിന് പിന്നിലെന്നുള്ളതാണ് സംശയമായി ഉയരുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് വീടിന് സമീപത്ത് ട്യൂബ് ലൈറ്റുകൾ ഗേറ്റിന് സമീപത്ത് കൊണ്ട് പൊട്ടിക്കുകയും അത് അവരുടെ വഴികൾ, അതായത് നടപ്പാതയിൽ ഉപേക്ഷ നിലയിൽ പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ കരമന അജിത്ത് കരമന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ പശ്ചാത്തലത്തിൽ കരമന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ചിലർ കരുതിക്കൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇതെന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഉടനടി അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നും കരമന അജിത്ത് പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. മുൻപ് സമാനമായി കരമന അജിത്തിന് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുരേഷ്, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.